ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് ഡയറീസ്. അപ്പോൾ അതിസാഹസികമായ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിൽ നിന്നും നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലിക്കൽ കല്ലിൽ നിന്നും 11 കിലോമീറ്റർ താഴേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഇലവീഴ പൂഞ്ചിറയിലേക്ക് നമ്മൾ എത്തുന്നത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ. കാര്യം ചോദിച്ചോ. പയ്യെ പോകത്തില്ല. അത് നല്ലതാ, എപ്പോഴും നല്ല കാര്യം. അത് നല്ല കാര്യം. നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. പിടിച്ചിരാ തമാശ കളിക്കുന്നതാ. പിടിച്ചിരിക്കാം. ഈ ഇലവീഴ പൂഞ്ചിറയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വനവാസകാലത്ത് പാണ്ഡവരുടെ വന്നുവെന്നും പാണ്ഡവരും ദ്രൗപദിയും അടക്കം ഈ ചിറയിൽ കുളിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ദ്രൗപദി ഈ ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാരെ കൂടി ഒളിഞ്ഞു നോക്കിയെന്നും അപ്പോൾ അതിൽ അസന്തുഷ്ടനായ ദേവേന്ദ്രൻ ഇത് കണ്ട് അവിടെ ഒരു പൂക്കൾ കൊണ്ടൊരു മറ സൃഷ്ടിച്ചുവെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചിറയ്ക്ക് ചുറ്റും മരങ്ങളില്ല. അപ്പോൾ എന്താണ്, മരങ്ങളിൽ നിന്നുമാണോ ഇല വീഴുന്നത്, അപ്പോൾ ആ ചിറയിലേക്ക് ഇലകൾ വീഴുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം സമയം ഒരു 6 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മൊത്തം കോട കെട്ടിയിരിക്കുകയായിരുന്നു. ചന്തമുള്ള പന്തലൊരു കണതാരി തൊട്ടാവരെ തന്റെ നിന്നെ കെട്ടാൻ പോകണതാരെ ഇല്ലിക്കാട്ടിൽ മുല്ലത്തേരിൽ ചുറ്റും പുന്നരി പ്രാവ് ഒരാശാമരം പൂക്കുന്നവോ ഞാനും നീയും മാത്രം കണ്ടു സുന്ദരി തുമ്പി റോഡൊക്കെ മാഞ്ഞു പോയി. മാഞ്ഞു പോയി റോഡൊക്കെ. അവിടെ ഫോട്ടോയ്ക്ക് പോസ് ഇട്ടിരിക്കുന്ന മിനിയമ്മ, അവിടെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ മേരാമ്മ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമ ഷാഹി കബീറിൻ്റെ സംവിധാനത്തിൽ സൗബിനും സുധിക്കൊപ്പയും അഭിനയിക്കുന്ന സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ. ആ സിനിമയും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇലവീഴ പൂഞ്ചിറ കയറി ചെല്ലുന്നത് ഒരു വയർലെസ് പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്കാണ്. അപ്പോൾ അവിടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ മൊത്തം കോട കെട്ടി കിടക്കുന്ന കാരണം അങ്ങോട്ട് അധികം പോകാൻ സാധിച്ചില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ജില്ലകളുടെ ബോർഡർ ലൈനിലാണ് ഇലവീഴ പൂഞ്ചിറ നിൽക്കുന്നത്. കാരണം ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ബോർഡർ ലൈനിലായിട്ടാണ് ഇലവീഴ പൂഞ്ചിറ നിൽക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഈ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോയത് മുനിയറ പാറയിലേക്കാണ്. വീഡിയോ പറഞ്ഞില്ലേ അല്ല എല്ലാവരും കൂടെ മാറി എന്തിനാ കൊടുക്കാം ഇവിടെ നിൽക്ക് പോവാനി. നമ്മൾ രാത്രി ആയപ്പോഴാണ് മുനിയറപ്പാറയിലേക്ക് എത്തിയത്. അതിനുള്ളിൽ നമ്മുടെ മുട്ട് വരെ വെള്ളമുണ്ട്. മുനിയറപ്പാറയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കയറുകയായിരുന്നു ഇലവീഴ പൂഞ്ചിറ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് രാത്രിയായി, നല്ല ഇരുട്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷെ നല്ല രസമായിരുന്നു. കാരണം മുകളിൽ നക്ഷത്രങ്ങളൊക്കെ, ആകാശ നക്ഷത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയും ആ ഇലവീഴ പൂഞ്ചിറയും ഒക്കെ കണ്ടിട്ട് നല്ല രസം തന്നെയായിരുന്നു. ഞങ്ങൾ ജീപ്പിനാണ് ഇങ്ങോട്ടൊക്കെ പോയത്. കാരണം അത്രയും കല്ല് നിറഞ്ഞ വഴികളാണ്. എൻ്റെ പൊന്ന് സാറേ, ഫോൺ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ പുറത്തേക്ക് പോകുന്ന വഴി നമ്മൾ അറിയില്ല. അപ്പം നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചു തന്നത് നമ്മുടെ ഒപ്പം ജീപ്പിലുണ്ടായിരുന്ന ഷിബിൻ ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്കിളിന് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു.